നമസ്കാരം. ഏറ്റവും ആദരണീയനായ സെക്രട്ടറി ട്രസ്റ്റ് ശ്രീ സി നീലകണ്ഠൻ അവർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും ആരാധനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ അവർ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ മുൻ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമൊക്കെയായിരുന്ന ശ്രീ വിജയകുമാർ അവർ ആശംസാ പ്രസംഗം നടത്തിയ ഡോക്ടർ മുഹമ്മദ് ശിവരാജകുമാറിൻ്റെ കൗൺസിലർ ശ്രീ ആത്മീയും വയലാർ സീനിയേഴ്സ് ഗ്രൂപ്പിലെ രക്ഷാധികാരിയും എൻ്റെ സുഹൃത്തുമായ ശ്രീമതി ഷീല ഏബ്രഹാം, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കൺവീനർ ശ്രീ ജി വിജയകുമാർ, അതുപോലെ തന്നെ വയലാർ സാംസ്കാരിക വേദിയുടെ എല്ലാമായ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വേദിയായ എല്ലാവരും സദസ്സിലിരിക്കുന്ന എല്ലാവരും തന്നെ പേരെടുത്ത് പറയേണ്ടവരാണ്. സദീഖമ്മയും അതുപോലെ നമ്മുടെ ഗോപനുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെമ്പൈ സ്മാരക ട്രസ്റ്റിൽ ഞാൻ എത്തിയിരിക്കുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ കർണാടക സംഗീതത്തിലെ വിസ്മയം എന്ന് വിശേഷിപ്പിച്ച ചെമ്പൈ വൈദ്യനാഥ് അയ്യരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഗുരുവായൂർ മേക്കത്തൂർ റോഡിലാണ് സാധാരണഗതിയിൽ ചെമ്പൈ സംഗീതോത്സവം നടക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലും ചെമ്പൈ സംഗീതോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വയലാറിൻ്റെ നമ്മുടെ പ്രിയപ്പണി വയലാറിൻ്റെ 80ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വർഷമായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയെ നടത്തുന്ന ഓർമ്മ ദിനങ്ങളുടെ ഭാഗമായി ആണ് ഇവിടെ ഈ സംഗീത ഉത്സവം നടക്കുന്നത്. നമുക്കറിയാം 1975 ഒക്ടോബർ മാസം 27ാം തീയതിയാണ് വയലാർ രാമവർമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. മലയാളക്കരയ്ക്ക് എന്തും തീരാനഷ്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. മലയാളികളോടത്തോളം കാലം വയലാർ രാമവർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വയലാർ രാമവർമ്മയ്ക്ക് മരണമില്ല. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നിരവധിയായ സമാഹാരങ്ങളിലൊക്കെ കൂടെ മലയാളത്തിൻ്റെ മനസ്സാകർഷിച്ച ഒരു മഹാകവി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ ഒരുപാട് വേദികളിൽ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയായിരുന്നു മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ അദ്ദേഹത്തിന് നൽകണം എന്ന് നിരവധി തവണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതാരും കേട്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടത്തോടുകൂടി ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിന് അഭിമാനിക്കാവുന്ന മഹാകവിക്ക് മലയാളക്കര കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ബഹുമാനമായിരുന്നു അത് എന്നെൻ്റെ മനസ്സെപ്പോഴും എന്നോട് പറയാറുണ്ട്. നമ്മുടെ ഒരു ദിവസത്തിലൊരിക്കലെങ്കിലും വയലാറിൻ്റെ ഗാനങ്ങൾ കൂടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ നമ്മുടെ സെക്രട്ടറി പൂജപ്പുര മണ്ഡപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. സത്യമാണ്, ഞാനന്ന് നഗരസഭാധ്യക്ഷയായിരുന്ന സമയത്താണ് അന്നത്തെ പൂജപ്പുര വാർഡ് കൗൺസിലറായ മഹേഷ് നായർ എൻ്റെ അടുത്ത് വന്ന് പൂജപ്പുര ക്ഷേത്രവും അന്നൊരു പുണ്യക്ഷേത്രമാണ്. അതിനോടനുബന്ധിച്ച് ആ സ്ഥലം മുഴുവൻ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ നിത്യനിദാന പൂജകൾ പോലും നടക്കുന്നില്ല. ഒരു പൂജാരി ഫാമിലി കാണിക്ക മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി മാത്രമാണ് അവിടെ നടക്കുന്നത്. സരസ്വതി ചൈതന്യം അസ്തമിച്ച ഒരു രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മേയറോട് വന്ന് ക്ഷേത്രത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ വീണ്ടെടുക്കണമെന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാവുന്ന വ്യക്തിയാണ് ഞാൻ വന്നതെന്ന് മഹേശ്വരനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദിവസത്തെ സമയം തരണം. ഒരു ക്ഷേത്രത്തെ ഏറ്റെടുക്കുന്നതിനോ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനോ ഒന്നും കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ ഞാൻ ഒട്ടും എതിരല്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ സമയം, കാരണം മുനിസിപ്പൽ ആക്ട് എനിക്ക് പഠിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ദിവസം, ഇന്നൊരു ദിവസത്തെ സമയം എനിക്ക് തന്നാൽ നാളെ ഈ സമയത്ത് അന്വേഷണമായി ഞാൻ ഉത്തരം തരാം. ഞാൻ വാസ്തവത്തിൽ അന്ന് കെട്ടിച്ചത് മുനിസിപ്പൽ ആക്ട് മുഴുവൻ, അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇന്ന് മുനിസിപ്പൽ ആക്ട് മുഴുവൻ പഠിച്ചു നോക്കിയപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള അധികാരം നഗരസഭയ്ക്കില്ല. പക്ഷേ
ഏറ്റെടുത്തത് ജനകീയ സമിതിക്ക് കൈമാറുന്നതിനുള്ള അവകാശം നഗരസഭയ്ക്കുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം മഹേശ്വരൻ അതേ സമയത്ത് വന്ന് ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യം നമുക്ക് ചെയ്യാം, ഏറ്റെടുത്ത് ഒരു ജനകീയ സമിതി ഉണ്ടാക്കിക്കൊണ്ടുവരണം. ഞാനൊരു കൗൺസിൽ പ്രമേയം തയ്യാറാക്കാം. കൗൺസിൽ പ്രമേയം തയ്യാറാക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് വേണ്ടി ഒരു അനക്ഷരായിട്ട് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ അത്ര പേരടങ്ങുന്ന ഒരു ജനകീയ സമിതിയെ രൂപീകരിച്ച് എനിക്ക് കൊണ്ടുതരണം. ആ പ്രമേയം കൗൺസിൽ അവതരിപ്പിച്ച് പാസ്സാക്കാം. അതിനോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ പണം കുറച്ചാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫാമിലി നമുക്കെതിരായിട്ട് വരും. അപ്പോൾ അതിന് തടയിടണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാബിനറ്റ് ഫയൽ ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ കോർപ്പറേഷൻ വക്കീലിനെ വിളിച്ചിട്ട് തിരുവനന്തപുരത്തെ എല്ലാ കോടതികളിലും ക്യാബിനറ്റ് ഫയൽ ചെയ്തിടാൻ പറയും. അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹം കൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് ആളിനെ അയച്ചു. ക്യാബിനറ്റ് എല്ലാം ഫയൽ ചെയ്ത് റെഡിയാക്കിയിട്ടു. പിന്നെ അടുത്ത കൗൺസിലിൽ നഗരസഭ ക്ഷേത്രം ഏറ്റെടുക്കുന്നതായിട്ടുള്ള പ്രമേയം മഹേശ്വരനായ കൗൺസിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി. 51 പേരടങ്ങുന്ന 51 പേരടങ്ങുന്ന ഒരു ജനകീയ സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് പൂജപ്പുര മണ്ഡപം നഗരസഭ ഏറ്റെടുത്ത് ജനകീയ സമിതിക്ക് കൈമാറുന്നതായിട്ട് പ്രമേയം അംഗീകരിക്കും. അത് കഴിഞ്ഞപ്പോഴും ഇതിനി എങ്ങനെ നടത്തും? പിറ്റേ ദിവസം നഗരേശ്വരനായി വന്നു, ഇതിനിപ്പോൾ എങ്ങനെ നടത്തും? കയ്യിൽ ആരുടെയും കാശില്ല, 5 പൈസ. അവിടെ ഒരു പൂജാരി വെക്കണം, പൂജ നടത്തണം, ഇതിനെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഡൊണേഷൻ വെച്ച് ഡൊണേഷൻ എടുക്കാതെ തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയാണ്. ബാക്കി കാര്യം ഞാൻ ചെയ്തുതരാം. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പൂജപ്പുര സ്റ്റേഡിയം നിങ്ങൾക്ക് തരാം, വളരെ ചെറിയൊരു റൂമിൽ റെന്റ് തന്നുകൊണ്ട് തരാം. അവിടെ നിങ്ങളൊരു വലിയ മേള 3 ദിവസം ഒരു മേള സംഘടിപ്പിക്കാൻ പറഞ്ഞു. അതിൽ നിൽക്കുമ്പോൾ വരുമാനം കിട്ടും. അങ്ങനെ അതനുസരിച്ച് അവരവിടെ ഒരു മേള സംഘടിപ്പിച്ചു. 4 ലക്ഷം രൂപ ആദ്യത്തെ തവണ വരുമാനം കിട്ടി. അതാണ് അവരുടെ ആദ്യത്തെ അസറ്റ്. അന്ന് മഹേശ്വരൻ നായർ വന്ന് എനിക്കൊരു 20 ലക്ഷം രൂപ തന്നേ പറ്റൂ. എന്താ, അതിൻ്റെ സ്റ്റേഡിയത്തിനടിയിലെല്ലാം കടമുറികൾ ഉണ്ടാക്കണം, അവിടെ ഓഡിറ്റോറിയം ഉണ്ടാക്കി. ഈ 2 കാര്യങ്ങൾ അത് അനുവദിച്ചു കൊടുത്തു, കെട്ടാൻ പറഞ്ഞു. അങ്ങനെ 20 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ കടമുറികൾക്ക് നഗരസഭയ്ക്ക് വന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 2 കോടി രൂപയാണ്. ഡെപ്പോസിറ്റ് എടുത്തില്ല. അത് കഴിഞ്ഞ് ഓരോ വർഷവും ഇവിടെ ഉത്സവങ്ങൾ നടന്നു. ഇന്ന് അവിടെ വലിയ അലങ്കാര ഗോപുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവങ്ങളായി. 1000, 1500, 2000 കുട്ടികളെ എടുത്തിരിക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നു, രോഗികൾക്ക് ധനസഹായം ചെയ്യുന്നു. ഇപ്പോഴും എത്രയോ ലക്ഷം രൂപ ഈ സമിതിയുടെ അക്കൗണ്ടിൽ ഉണ്ട്. വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ദക്ഷിണ മൂകാംബികയായി ആ പൂജപ്പുര മാറി എന്നുള്ളതാണ്. അതെനിക്ക് വാസ്തവത്തിൽ ഒരു നിയോഗം, സരസ്വതി ദേവിയുടെ ഒരു നിയോഗം ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വന്നത്. ഇന്നും കേസ് കിടക്കുകയാണ് കേട്ടോ, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് സന്ദർഭവശാൽ സൂചിപ്പിച്ചു, ട്രസ്റ്റ് സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് സന്ദർഭവശാൽ സൂചിപ്പിച്ചു. ഇതുപോലെ ഈ പൂജപ്പുര പോലെ തന്നെ 100 നഗരസഭാ വാർഡുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് പറഞ്ഞിരുന്ന ഇന്ന് നമ്മുടെ CP ജോൺ, ഞാനെന്നും വളരെ ബഹുമാനത്തോടു കൂടി സ്മരിക്കുന്ന ഒരു പേരാണ്. കാരണം ഞാൻ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ കെട്ടിടം പണിയൊന്നും നടക്കത്തില്ല. ഏത് കെട്ടിടം പണി എടുത്താലും കരാറുകാരൻ എടുക്കത്തില്ല. അതെന്താണെന്ന് പരിശോധിച്ചപ്പോൾ റേറ്റ് കുറവാണ്. PWDയുടെ റേറ്റ് ഇല്ല നഗരസഭ. ആ റേറ്റ് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏത് കെട്ടിടം എടുത്താലും നടക്കില്ല. അപ്പോൾ അടുത്ത ഹൈക്കോടതി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടുമ്പോൾ, അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി, ഹൈക്കോടതി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടുമ്പോൾ CP സാറിന് ഹൈക്കോടതി കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന സംഗതി, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത എനിക്കൊരു കസേര, എൻ്റെ കസേര ഇതിനടുത്ത് തന്നെയാണ് എൻ്റെ കസേര. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഈ കാര്യം അവതരിപ്പിച്ചു. നഗരസഭയ്ക്ക് ഈ തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ലോക്കൽ ബോഡീസും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാരണം ഈ PWD റേറ്റ് ഞങ്ങൾ കൂടെ തന്നാൽ
മാത്രമേ കെട്ടിട പണികൾ നഗരസഭയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റൂ. ജെൻഡർ പോലുള്ള വലിയ പദ്ധതികൾ വരുമ്പോൾ നമുക്ക് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ലാതെ അന്ന് CP ജോൺ സാറിന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. കണ്ടത് എനിക്ക് പിടികിട്ടി എന്നോട് സത്യം പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ PWD റേറ്റ് അനുവദിച്ചുകൊണ്ട് ഉത്തരവില്ല. പിന്നെ നഗരസഭ അങ്ങോട്ട് വേച്ചടിയപ്പെട്ട് കെട്ടിടമണിയാക്കി. ശരിക്കും പറഞ്ഞാൽ ചില്ലറ കെട്ടിടങ്ങളൊന്നുമല്ല പണിഞ്ഞ് തീർത്തത്. അത് ശരിക്കും 30 കോടി കടമുണ്ടായിരുന്ന ഒരു നഗരസഭയെ തിരിച്ചിറങ്ങുമ്പോൾ 30 കോടിയിലധികം ധനമാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അതിലൊരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഈ CP ജോൺ സാറിന് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഓർമ്മകളൊന്നും അനുസ്മരിച്ചതേ ഉള്ളൂ. അതിനുശേഷം സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഏറ്റവും ആക്റ്റീവായിട്ട് നിന്നത് വയറസാണ് രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കൂടെയാണ്. അന്ന് വീണ്ടും അതോടൊപ്പം ഇന്ന് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപക്ഷെ വയലാർ രാമവർമ്മസിനെക്കാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക വേദിയായി മാറിയത് തീർച്ചയായിട്ടും അതിലുള്ള പണക്കാരുടെ അംഗീകാരവും അതുപോലെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണവും പരിശ്രമവും ഒക്കെ കൊണ്ടാണ് നിരവധിയായ സംഗീതത്തിൽ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവരെ പാടിക്കാൻ അവർക്ക് സ്റ്റേജ് കൊടുക്കാൻ എല്ലാം ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർ